വരാം. കണ്ണൂർ അടുവാപ്പുറത്ത് ഇനി ഗാന്ധി സ്തൂപം ഉണ്ടാക്കാൻ കോൺഗ്രസ് മെനക്കെടേണ്ട എന്ന് മുന്നറിയിപ്പ് നൽകിയാണ്, അല്ലെങ്കിൽ വെല്ലുവിളിക്കുകയാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഗോപിനാഥ്. മലപ്പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ രംഗമാണിത്. യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ അടുക്കളയിൽ പോലും സ്തൂപം നിർമ്മിക്കാൻ മെനക്കെടേണ്ട എന്നാണ് PV ഗോപിനാഥ് പറയുന്നത്. പ്രദേശത്തെ ബാലസംഘം കുട്ടികൾ വിചാരിച്ചാൽ സനീഷ് വീടിന് പുറത്തിറങ്ങില്ല എന്നും ഗോപിനാഥ് പറഞ്ഞു. കണ്ണൂർ മലപ്പുറത്ത് നടന്ന CPM പ്രതിഷേധത്തിനിടെയാണ് ഗോപിനാഥിന്റെ പ്രസംഗം. ഇവിടെ സ്ഥാപിച്ച ഗാന്ധി സ്തൂപം 2 തവണ തകർത്തിരുന്നു. ആ ഭീഷണി പ്രസംഗത്തിലേക്ക് സനീഷിനോട് സ്നേഹത്തോടെ പറയാനുള്ളത് ഗാന്ധി സ്തൂപം ഉണ്ടാക്കാൻ ഇനി മെനക്കെടേണ്ടതാണ്. ഈ അടുവാപ്പുറത്ത് നിന്റെ വീട്ടിന്റെ മുന്നിലായിക്കോട്ടെ, നിന്റെ അടുക്കളയിലായിക്കോട്ടെ, ഗാന്ധി സ്തൂപം ഉണ്ടാക്കാൻ നീ മെനക്കെടണ്ട. നല്ലതുപോലെ ആലോചിച്ചോ. നീ ഗാന്ധി സ്തൂപം ഉണ്ടാക്കിയിട്ട് അടുവാപ്പുറത്തെ പാർട്ടി അങ്ങ് ശരിപ്പെടുത്തി കളയാന്നുള്ളതാ. നിനക്ക് കണ്ണൂട്ടോട് ബോർഡ് കത്തിക്കാം, നിനക്ക് കണ്ണൂട്ടോട് ഞങ്ങളെ വെല്ലുവിളിക്കാം, നിനക്ക് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് അക്രമം സംഘടിപ്പിക്കാം. ഇതെല്ലാം ചെയ്യുന്ന നീ ഈ മലപ്പുറത്ത് വന്നിട്ട് സമാധാനത്തിന് വേണ്ടി വർത്താനം പറയല, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വർത്താനം പറയല. ഇതല്ലേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫെലിക്സ് ആണ് വിവരങ്ങൾ വളരെ. ഫെലിക്സ്, കുറെ ദിവസങ്ങളായുള്ള പ്രകോപനം ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് PV ഗോപിനാഥിന്റെ ഈ പ്രസംഗമാണ്. കണ്ണൂർ ടൗണിൽ നീ കെട്ടിക്കോ, പക്ഷേ അടുവാപ്പുറത്ത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അടുവാപ്പുറം ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് വിഭിന്നമായി CPM-ന് സ്വന്തമായി അതിർത്തിയും പാസ്പോർട്ടും ഒക്കെ ഉള്ള രാജ്യമാണോ? അഭിലാഷ്, നമുക്കറിയാം മലപ്പട്ടം എന്നത് CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. പൊതുവെ നമുക്കറിയാം അവിടുത്തെ തെരഞ്ഞെടുപ്പുകളിൽ പല സീറ്റുകളിലും കോൺഗ്രസ് പ്രതിപക്ഷമുണ്ടാകാറില്ല, ഏകപക്ഷീയമായാണ് അവർ മത്സരിച്ച് വിജയിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് സനീഷ് എന്ന വ്യക്തി അവിടെ ഒരു സ്തൂപം, അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ഒരു സ്തൂപം, ഗാന്ധി സ്തൂപം സ്ഥാപിച്ചിരുന്നു. അതിനു മുൻപ് കണ്ണൂരിൽ കളക്ട്രേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സർക്കാരിൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട ഫ്ലെക്സ് തകർത്തിരുന്നു. അതിൽ സനീഷ് ഉണ്ടായിരുന്നു. തുടർന്നാണ് അന്ന് രാത്രി സനീഷിൻ്റെ വീടിന് മുൻപിലെ ഈ ഗാന്ധി സ്തൂപം തകർക്കുന്നത്. അതിൽ CPM-കാരെ പ്രതി ചേർത്തുകൊണ്ട് മയ്യിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ അവിടെ നടന്നത്. അതായത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തുന്നു, അത് ആദ്യഘട്ടത്തിൽ CPM പ്രവർത്തകർ തടയുന്നു. പിന്നീട് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ജാഥ നടത്തി. ആ ജാഥയിൽ പ്രകോപന മുദ്രാവാക്യങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടക്കുമുണ്ടായി. അതൊരു വലിയ സംഘർഷത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യമുണ്ടായി. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ ചില്ല് തകർക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഈ സംഘർഷം മുന്നോട്ട് പോയത്. ഏറ്റവും ഒടുവിലാണ് ഇന്നലെ CPM ഈ മലപ്പട്ടം ടൗണിൽ ഇങ്ങനെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. അതിൽ KK രാഗേഷ് ചില മുന്നറിയിപ്പുകളൊക്കെ തന്നെ നൽകിയിരുന്നു. അതായത് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ച മുദ്രാവാക്യം ധീരജിനെ കുത്തിയ കത്തി അത് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നതാണ്. അങ്ങനെ ആ കുത്തിയ കത്തിയുമായി വരികയാണെങ്കിൽ ഞങ്ങൾ അവർക്കായി പുഷ്പചക്രം ഒരുക്കും എന്നതാണ് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് മുദ്രാവാക്യങ്ങളാണ് യൂത്ത് കോൺഗ്രസിന്റെ ആ പ്രകടനത്തിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ ജാഥയിലാണ് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർന്നത്. ധീരജ് രാജേന്ദ്രൻ എന്ന വിദ്യാർത്ഥിയുടെ മരണത്തെ പ്രതിപാദിച്ചു. ഫെലിക്സ് തുടരുന്നുണ്ട്. ഫെലിക്സ്, ഇതാണ് ഈ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല, ഇതൊക്കെ വേറെ പല മുദ്രാവാക്യങ്ങളുമായി ചേർത്ത് വായിക്കുന്നതാണ്. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രകോപനം ഉണ്ടാക്കുക, ഈ പോറലേൽക്കുന്നതോ നമ്മൾ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് മരണപ്പെടുന്നത് സാധാരണ പാവപ്പെട്ട മനുഷ്യരാണ്, പാവം അണികളാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു പോരിൻ്റെ സാഹചര്യം ഉണ്ടാക്കാൻ നേതാക്കൾ തന്നെ, ഇപ്പോൾ ഒരാളുടെ വീടിൻ്റെ അടുക്കളയിൽ ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ അനുവദിക്കില്ല, കത്തി അറബിക്കടലിൽ എഴുന്നിട്ടില്ല, ബാലസംഘം പ്രവർത്തകർ മതി വീടിന്. ഈ കുട്ടികളേക്ക് എന്തിനാണ് ഇതിലേക്ക് വലിച്ചഴിക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നത്. ഇത്രയും പക്വതയോടെ പെരുമാറേണ്ട നേതാക്കൾ, ഇതിപ്പോൾ നേതാക്കൾ തന്നെയാണ് ലീഡ് ചെയ്യുന്നത് അല്ലേ ഈ സംഘർഷത്തിന്? തീർച്ചയായിട്ടും. അതായത് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നേതാക്കൾ തന്നെയാണ് മുന്നിൽ നിന്ന് ഈ പ്രകോപനം നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അടക്കം നിലപാടുകൾ ഉണ്ടാവണം എന്നതാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. ഇതിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മലപ്പട്ടം CPM-ൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ തിരിച്ചുള്ള മറുപടി അത്രയും രൂക്ഷമായിരിക്കണം എന്നൊരു പക്ഷേ അവരുടെ വിലയിരുത്തലുണ്ടാകും. അതുകൊണ്ടായിരിക്കും ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് സ്ഥലത്തെത്തി
പുഷ്പചക്രം തന്നെ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കും എന്ന് മറുപടിയായി നൽകിയിരിക്കുന്നത്. അതിനുശേഷമാണ് പി വി ഗോപിനാഥ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. അതായത് വീടിന് പുറത്തിറങ്ങാൻ കഴിയില്ല, ഈ ഗാന്ധി സ്തൂപം അത് ഇനി ഈ പ്രദേശത്ത് സ്ഥാപിക്കാൻ മെനക്കെടേണ്ട, അവിടെ പുറത്തു മാത്രമല്ല വീടിൻ്റെ അടുക്കളയിൽ പോലും സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നതാണ് അവർ പറയുന്നത്. മാത്രമല്ല പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നടക്കമുള്ള വെല്ലുവിളികളും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗാന്ധി സ്തൂപം അവിടെ 2 തവണയാണ് തകർക്കപ്പെട്ടത്. ആദ്യം തകർത്തു, അതിൽ CPM പ്രവർത്തകരെ പ്രതി ചേർത്തുകൊണ്ട് മയിൽ പോലീസ് കേസെടുത്തു. പിന്നീട് വീണ്ടും അവിടെ കെ സുധാകരൻ നേരിട്ടെത്തി അവിടെ പുനഃസ്ഥാപിക്കാൻ, ഈ സ്തൂപം പുനഃസ്ഥാപിക്കാൻ തറക്കല്ലിട്ടിരുന്നു. അത് വീണ്ടും കോൺഗ്രസ് അവിടെ പ്രതിഷേധിക്കുമ്പോഴാണ്, അതായത് ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് വിളിക്കുന്ന മുദ്രാവാക്യത്തിലാണ് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ധീരജ് രാജേന്ദ്രൻ കൊല്ലപ്പെട്ടത് ഇടുക്കിയിലാണെങ്കിലും ധീരജിന്റെ വീട് തളിപ്പറമ്പിലാണ്, ഈ മലപ്പട്ടത്തിൽ നിന്ന് അധിക ദൂരം അല്ലാത്ത സ്ഥലത്താണ്. അപ്പോൾ സമീപ പ്രദേശത്ത് തന്നെയുള്ള അച്ഛനും അമ്മയൊക്കെ അവിടെ താമസിക്കുകയാണ് ഇപ്പോഴും ധീരജിന്റെ. ആ പ്രകോപനപരമായ മുദ്രാവാക്യം കോൺഗ്രസ് മുടക്കുന്നു. അതിന് മറുപടി ജില്ലാ സെക്രട്ടറി തന്നെ ആ കത്തിയും കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് റീത്തായിരിക്കും, പുഷ്പചക്രമായിരിക്കും എന്ന് മറുപടി പറയുന്നു. അപ്പോൾ പഴയതുപോലെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നേതാക്കൾ തന്നെ പരസ്പരം വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുകയും അണികൾ അവരുടെ ഫ്രസ്ട്രേഷൻ റോഡിൽ തീർക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയിലേക്ക് പോവുകയാണോ? അഭിലാഷ്, തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം യൂത്ത് കോൺഗ്രസ് അവിടെ സംഘടിപ്പിച്ച ഒരു ജാഥയാണ്. അതായത് CPM അക്രമങ്ങൾക്കെതിരെ അതിജീവന യാത്ര എന്ന പേരിൽ ആ ജാഥയിലാണ് ഇത്തരം മുദ്രാവാക്യങ്ങൾ, പ്രത്യേകിച്ചും ധീരജിന്റെ പേരെടുത്ത് പറഞ്ഞുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉയരുന്നത്. ഏതായാലും ഇന്നലെ രാത്രി സംഭവിക്കുന്നത് ഇത് മലപ്പട്ടത്ത് മാത്രം ഈ സംഘർഷം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ്. പാനൂരിൽ കോൺഗ്രസിന്റെ പതാക ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ കയറി SFI കാർ എടുത്തുകൊണ്ട് വന്ന് റോട്ടിലിട്ട് കത്തിച്ചു. അത് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് പോയി. തളിപ്പറമ്പിൽ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ വീടിന് നേരെ കല്ലേറുണ്ടായി. വീടിൻ്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ സംഘർഷം ഒരിടത്തായി അവസാനിക്കുന്നില്ല, പലയിടങ്ങളിലേക്കായി വ്യാപിക്കുന്നു എന്നതാണ് ഇന്ന് SFIയുടെ പ്രതിഷേധം കണ്ണൂർ നഗരത്തിൽ അരങ്ങേറുന്നു. അങ്ങനെ ഇത് മുദ്രാവാക്യം വിളികളാണ് ഉയരുന്നതെന്നാണ് നമുക്ക്